അപ്പോൾ നമുക്ക് ഈ വെക്ടറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എ പ്ലസ് ബി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാ ആഡ് ചെയ്യാണ്. അപ്പോൾ 3i, ഇതിനെ ആഡ് ചെയ്തു. അപ്പോൾ 6j, ഇതിനെ ആഡ് ചെയ്തു. അപ്പോൾ -2k, ഇത് -5 ആണ്, +3 ആണ്. അപ്പോൾ -2k, ഇത് ആഡ് ചെയ്തു. എ പ്ലസ് ബി വെക്ടർ കിട്ടി. ഇനി ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇങ്ങനെ എഴുതണം. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്തെഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 3i + 6j - 2k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് ചെയ്യണം? ഇതിൻ്റെ 9, ഇതിൻ്റെ സ്ക്വയർ 36, ഇതിൻ്റെ സ്ക്വയർ 4. അപ്പോൾ 49, അപ്പോൾ 7 വന്നു. അതായത് 3/7i + 6/7j - 2/7k. ഇതാണ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ. എങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ ആണോ എന്ന് മനസ്സിലാക്കുക? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, എൽ എം എന്നിൻ്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. നിങ്ങൾ നോക്കൂ, 9/49, ഇതിൻ്റെ സ്ക്വയർ നോക്കൂ 36/49, ഇതിൻ്റെ സ്ക്വയർ നോക്കൂ 4/49. എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കി. 49 ഡിനോമിനേറ്ററിൽ, ന്യൂമറേറ്ററും 49. അപ്പോൾ 49/49 1. അപ്പോൾ L² + M² + N² എന്തായി മാറി? 1 ആയി മാറി. ഓക്കെ. Find a vector in the direction of the vector 5i + j - 2k which has magnitude 6 unit. അപ്പോൾ നമുക്ക് 6 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കണം. നമുക്ക് 5i ഒരു വെക്ടർ തന്നേക്കാണ്. a that is equal to 5i + j - 2k എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നേക്കുക. ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ a ക്യാപ് ഞാൻ എന്ത് ചെയ്യുന്നു? 5i + j - 2k ബൈ റൂട്ട് ഓഫ്, ഇതാണ് മോഡുലസ് എടുക്കുന്നത്. അപ്പോൾ 25 ഇതിൻ്റെ സ്ക്വയർ, ഇനി ഇതിൻ്റെ സ്ക്വയർ 1, ഇതിൻ്റെ സ്ക്വയർ 4, -2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 20, 25, 30. അതായത് 5/√30i + 1/√30j - 2/√30k. ഇതാണ് യൂണിറ്റ് വെക്ടർ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റ് വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ 6 മാഗ്നിറ്റ്യൂഡ്, എത്രയാണ് മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കണേ? 6 മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള മറ്റൊരു വെക്ടർ. അപ്പോൾ ഞാൻ 6a ക്യാപ് കണ്ടോ, 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആയി. അപ്പോൾ 6 ഇതിനും മൾട്ടിപ്ലൈ ചെയ്യുക. 5/√30 + i 1/√30j - 2/√30k. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടി? 30√30i + 6/√30j - 12/√30k. ഇതാണ് ആ ഡയറക്ഷനിലുള്ള 6 മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള വെക്ടർ. അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് എ വെക്ടർ വിത്ത് എക്സ് ആക്സസ് ഈസ് π/4. അപ്പോൾ എക്സ് ആക്സസിൻ്റെ ഡയറക്ഷൻ ആംഗിൾ π/4 ആണ്. വിത്ത് വൈ ആക്സസ് ഈസ്, വൈ ആക്സസിൻ്റെ π/3 ആണ്. ഫൈൻഡ് ദ ഡയറക്ഷൻ ആംഗിൾ ഓഫ് ദ വെക്ടർ വിത്ത് ഇസഡ് ആക്സസ്. അപ്പോൾ ഇസഡ് ആക്സസിൻ്റെ എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഡയറക്ഷൻ ആംഗിൾ, അതായത് ഡയറക്ഷൻ കൊസൈൻ. ഡയറക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഏതാണ്? ഡയറക്ഷൻ കൊസൈൻ, DC എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല അറിയാം. cos² α + cos² β + cos² ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എനിക്കിവിടെ ആൽഫയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? cos² α, ആൽഫയ്ക്ക് π/4, ഇതാണ് എക്സ് ആക്സസിൻ്റെ, പ്ലസ് ബീറ്റയ്ക്കോ cos² π/3 പ്ലസ് cos² ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് കാണാം. cos π/4 എന്ന് വെച്ചാൽ 1/√2 ആണ് ഇതിൻ്റെ സ്ക്വയർ. ഇനി cos² π/3 എന്ന് വെച്ചാൽ cos 60യുടെ വാല്യൂ 1/2ൻ്റെ സ്ക്വയർ. ഇനി പ്ലസ് cos² ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്നും cos² ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 മൈനസ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1/2, ഇവനെയും അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 1/4, ഈ മൈനസ് അങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു.
മൈനസ് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനും ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് ചെയ്യാം 1 മൈനസ് 2 ഇവിടെയും 2 ചെയ്തു 1 മൈനസ് 3/4 അതായത് 4 മൈനസ് 3 ദറ്റ് ഈസ് ഈക്വൽ ടു 1/4 ദാറ്റ് മീൻസ് കോസ് ഗാമ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1/2 പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ 1/2 ആംഗിൾ വരുന്നത് എപ്പോഴാണ് കോസിൻ്റെ നേരത്തെ നമ്മൾ കണ്ടതാണ് കോസിൻ്റെ 1/2 ആംഗിൾ വരുന്ന ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. നമുക്കറിയാം ഇവിടെ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അതായത് പോസിറ്റീവ് വരുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ π/3, നെഗറ്റീവ് ആംഗിൾ വരുന്നത് കോസിന് ഇത് നമുക്കറിയാം ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. കോസ് വരുന്നത് ആദ്യമായിട്ട് നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ π മൈനസ് ദ സെയിം ആംഗിൾ, അതായത് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു π മൈനസ് π/3, അതായത് 3π മൈനസ് π, അതായത് 2π/3. അപ്പം നമുക്ക് രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ് കിട്ടിയേക്കണേ, ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു π/3യും ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ I മൈനസ് ജെ ഓൺ ദ വെക്റ്റർ I പ്ലസ് ജെ. ഇതാ ഈ രണ്ട് വെക്റ്റർ, ഈ വെക്റ്ററിലുള്ള പ്രൊജക്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വെക്റ്ററിനെ A ദാറ്റ് ഈസ് ഈക്വൽ ടു I മൈനസ് ജെ എന്ന് എഴുതുകയാണ്. ഈ വെക്റ്ററിനെ B ഈക്വൽ ടു I പ്ലസ് ജെ എന്ന് എഴുതി. നമുക്കിത് 1 മാർക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 3-4 ഓപ്ഷനും തന്നിട്ടുണ്ട് അവർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, A ഡോട്ട് ബി നമുക്ക് കാണണം ബൈ, നോക്കി A ഓൺ B ആണ് കാണേണ്ടത്. അപ്പോൾ ബൈ മോഡുലസ് ബി എടുത്തു. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടി, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി, -1 കിട്ടി. ദാറ്റ് മീൻസ് ഇനി ചെയ്യണ്ട, ഇത് തന്നെ 0 ആയി മാറി. 0 ഡിവൈഡ് ബൈ എന്ത് വന്നാലും 0 എന്ന് പറഞ്ഞ ഒരു ആൻസർ നോക്കി നമുക്കിവിടെ ഉണ്ട്. അതായത് നമുക്ക് A ഓൺ ബി എന്ന് പറഞ്ഞാൽ A ഡോട്ട് ബി ബൈ മോഡുലസ് ബി ആ. A ഡോട്ട് ബി ഓൾറെഡി 0 ആയതിനാൽ നമുക്കവിടെ പെട്ടെന്ന് ആൻസർ കിട്ടി. ആൻസർ ഏതാണ്, 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ആംഗിൾ. ഈ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം A ഡോട്ട് ബി ദറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് AB കോസ് തീറ്റ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ A ഡോട്ട് ബി ബൈ ദിസ്, അതായത് ഈ രണ്ട് വെക്ടർ, ഇതാണ് ഒരു വെക്ടർ, ഇതാണ് ഒരു വെക്ടർ. 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇതേ ഇൻറ്റു ഇത് ചെയ്താൽ 1, നമ്മൾ എന്ത് ചെയ്യാം, ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു ദിസ് 1. ഇനി ഇതേ ഇൻറ്റു ഇത് -1, ഇതേ ഇൻറ്റു ഇത് +1. ഇനി ബൈ ഇതിൻ്റെ മോഡുലസ്, ഇതിൻ്റെ സ്ക്വയർ 1 ആണ്, ഇതിൻ്റെ സ്ക്വയർ കണ്ടോ 1 ആണ്, ഇതിൻ്റെയും സ്ക്വയർ, എല്ലാത്തിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 1 + 1 കിട്ടി. അതുപോലെ ഇതിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ എന്താണ് കിട്ടുന്നത്, 1 + 1 + 1 കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു ഇതും കട്ട് ചെയ്ത് പോയി 1 ബൈ ഇവിടെ എന്ത് വന്നു, √3 ഇൻറ്റു √3, അതായത് 1/3 ആംഗിൾ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. നമുക്ക് ഇവിടെ ആൻസർ ഉണ്ട് 1/3 അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറും കിട്ടി. ഇതേപോലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൽ നിന്നും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ദ വെക്ടേഴ്സ് 2i + j + k ആൻഡ് I മൈനസ് j. അപ്പോൾ A എന്ന് പറയുന്ന ഈ വെക്റ്റർ 2i + j + kയും B എന്ന് പറയുന്ന വെക്റ്റർ I മൈനസ് j, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0k എന്ന് എഴുതാം ആണ്. ഇനി എന്തിൻ്റെ പാരലോഗ്രാമിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് എയും ബിയും. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, A ക്രോസ് B ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ്, നമ്മൾ എന്താ ചെയ്യുന്നത്, മോഡുലസ് അല്ല ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ, ഡിറ്റർമിനൻറ്റ് I j k 2 1 1 1 -1 0. ഈ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ നമുക്ക് ചെയ്യാം. I ഈ റോയും കോളവും -1 1 -1 0 -j ഇൻറ്റു ഈ കോളവും റോയും പോയാൽ 2 1 1 0 പ്ലസ് k ഇൻറ്റു ഇതും പോയാൽ 2 1 1 -1. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ എടുത്താൽ I ഇൻറ്റു ഇത് 0 -1 പ്ലസ് j ഇൻറ്റു 0 -1 പ്ലസ് k ഇൻറ്റു -2 -1. അതായത് ഇവിടുന്ന് 1
ഇവിടെ ഐ പ്ലസ് ഇവിടെ എന്ത് വന്നു ജെ മൈനസ് ജെ ഇവിടെയോ -3k. ഓക്കെ, ഇതാണ് നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്റ്റർ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ എ ക്രോസ് ബിയുടെ മോഡുലസ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ ആൻസറായി. മോഡുലസ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ സ്ക്വയർ 1, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √11 സ്ക്വയർ യൂണിറ്റ്സ് ഏരിയ ഓഫ് എ പാരലോഗ്രാം ഇതാണ് കിട്ടിയിരിക്കുന്നത്. √11 യൂണിറ്റ് സ്ക്വയർ. ഇത് തന്നെ നമ്മളോട് ട്രയാങ്കിളാണ് ചോദിച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഇതാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എയും ബിയും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ്. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ മോഡുലസ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഹാഫ് മോഡുലസ് എ ബി. ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് കൊടുത്താൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്കിത് വോളിയമാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ഥലത്ത് എന്ത് ചെയ്യണം? ഐജെക്ക് 3 വെക്റ്റർ ഉണ്ടാവും. ആ 3 വെക്റ്ററിൽ ഒരു വെക്റ്റർ ഇവിടെയും കൂടി കൊടുക്കുക. എന്നിട്ട് അത് എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂവേറ്റ് ചെയ്ത ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കത് വോളിയമായി പാരലോപ്പിഡിൻ്റെ. അപ്പോൾ ഈ മോഡലെല്ലാം ഈ പോയിന്റിലെ എല്ലാ ക്വസ്റ്റനും വോളിയം ചോദിച്ചാലും ഏരിയ ചോദിച്ചാലും എല്ലാം നമുക്ക് കാണാൻ മനസ്സിലായി.